ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പോൾ LBSൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ LBSൻ്റെ സൈറ്റിൽ വന്ന ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. The third allotment for BSc Nursing is published. Remit the fees on or before 16 August 2025. To confirm the seat in the allotted college and to be considered for higher options, the token fee must be paid. Applicants who do not pay the fee within the specified date will not be included in the subsequent allotments. സോ തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾക്കൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും 16 ഓഗസ്റ്റ് 2025 മുൻപായിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷമാണ് നിങ്ങൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു കിട്ടിയ സീറ്റ് കൺഫേം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ടോക്കൺ ഫീ അടച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഇതുവരെ അടയ്ക്കാത്തവരാണ് അടയ്ക്കേണ്ടത്. ഒരു തവണ അടച്ചവരാണെങ്കിൽ പിന്നീട് ഒരു തവണയും കൂടെ വീണ്ടും അടയ്ക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല. ഇനി നിങ്ങൾ ടോക്കൺ ഫീ അടച്ചാൽ മാത്രമേ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവരെ ഇനിയുള്ള അലോട്ട്മെൻറ്റുകളിലൊക്കെ പരിഗണിക്കൂ എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ന്യൂലി അപ്രൂവ്ഡ് കോളേജസ് വിൽ ബി ആഡഡ് ടു ദ കോളേജ് ലിസ്റ്റ് ആസ് വെൻ ദേ റിസീവ് അപ്രൂവൽ. സോ അപ്രൂവൽ കിട്ടുന്നതനുസരിച്ച് പുതിയ കോളേജുകൾ ലിസ്റ്റിലോട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മുൻപ് തന്നെ പറയുന്നൊരു കാര്യമാണ്. കൂടെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളുടെ കാര്യവും പറയുന്നുണ്ട്. അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്കതും ലിസ്റ്റിലോട്ട് വരുന്നതായിരിക്കും. സോ പാരാമെഡിക്കൽ വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത അലോട്ട്മെൻറ്റ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് പറ്റും പാരാമെഡിക്കലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു LBSൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ജോയിനിങ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. 2025 ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 20 വരെയാണ് ആ ഒരു ജോയിനിങ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഒരു കോളേജ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു തീയതിക്കുള്ളിൽ ഉറപ്പായിട്ടും കോളേജിൽ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും കൂടെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയും കൂടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതും ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞേക്കുന്ന ഡോക്യുമെൻറ്റ്സും കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാ ഒറിജിനലുമായിട്ട് നിങ്ങൾ ഈ ഒരു നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അഡ്മിഷൻ ടൈമിലാണ് നമ്മൾ സാധാരണ ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ കോളേജിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കുക ഈ ഒരു ഡേറ്റിൽ വരട്ടെ എന്നുള്ളൊരു കാര്യം. കൂടാതെ തന്നെ ഫീസ് കൊണ്ടുവരേണ്ടത് എത്ര രൂപയാണ്, അത് ഓൺലൈനായിട്ട് നമുക്ക് കയ്യിൽ ക്യാഷായിട്ട് കൊണ്ടുവരണോ അതോ ഓൺലൈൻ പേയ്മെൻ്റ് എന്നുള്ള രീതിക്ക് കൊണ്ടുവരണോ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഇത്രയൊക്കെയുള്ളത് നമുക്ക് പറയാനായിട്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇപ്പോൾ കിട്ടിയ കോളേജ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ പോയിട്ട് ഈ ഒരു ഡേറ്റിനുള്ളിൽ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു കോളേജ് നഷ്ടപ്പെടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയ കോളേജ് വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള അലോട്ട്മെൻറ്റ്സിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നീടുള്ള 4 മുതലുള്ള ചിലപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആവാം, സ്പോട്ട് അലോട്ട്മെൻ്റ് ആവാം. അപ്പോൾ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പങ്കെടുക്കുന്നതിന് NOC അഥവാ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ നമ്മൾ ഈ ഒരു അഡ്മിഷൻ എടുക്കുന്ന കോളേജിൽ നിന്നാണ് അത് തരേണ്ടത്. സോ അത് തന്നാൽ മാത്രമേ നമുക്ക് തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റ്സിൽ പങ്കെടുക്കാനായിട്ട് പറ്റൂ. സോ എല്ലാ കോളേജുകാരും NOC ഒന്നും തരത്തില്ല. സോ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. നിങ്ങൾക്കിപ്പോൾ അഡ്മിഷൻ കിട്ടിയത് ഒരു ഗവൺമെൻറ് കോളേജിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്പോട്ടിലോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലോ ഒന്നും പങ്കെടുക്കുന്നതിന് NOC വേണ്ട. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പാരാമെഡിക്കൽ സ്റ്റാർട്ട് ചെയ്യാത്തത് ഓർത്ത് ആരും വിഷമിക്കേണ്ട. പാരാമെഡിക്കൽ വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റ്സിലൊക്കെ പാരാമെഡിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെപ്പോഴും സൈറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുക. പാരാമെഡിക്കൽ ഓപ്ഷൻ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൈറ്റിൽ വരുന്നതായിരിക്കും. എന്തെങ്കിലും ചേഞ്ചസോ എന്തുണ്ടെങ്കിലും അത് LBSൻ്റെ സൈറ്റിൽ അപ്ഡേറ്റ് ആവും. സോ എല്ലാവരും അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ ഉറപ്പായിട്ടും സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം പോകാൻ. ഇതിലിപ്പം ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയവരെ സാധാരണയായിട്ട് ബോണ്ട് കൊണ്ടുപോകാൻ പറയാറുണ്ട്. അപ്പം അതൊന്നും സൈറ്റിൽ ഇതുവരെ അപ്ഡേഷൻസ് വന്നിട്ടില്ല. അപ്പോൾ നമുക്കത് അപ്ഡേഷൻസ് വന്നാൽ മാത്രമേ പറയാനായിട്ട് പറ്റൂ. സോ നിങ്ങളൊന്ന് സൈറ്റിൽ നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയില്ല എന്നുള്ളൊരു കാര്യം കൂടെ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.